അപ്പോൾ ഞാൻ ആദ്യം സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് പറയും. അത് പറ്റുമെങ്കിലൊന്ന് കാണാൻ പാടൊക്കെ, ചെറിയ ഹദീസാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം മുസ്ലിമാണ് നമ്മൾക്ക് ഹദീസ് എത്തിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, മൂന്നാളുകൾ, മൂന്ന് കൂട്ടർ. ആരൊക്കെ? മൂന്ന് കൂട്ടർ കേട്ടോ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കൂല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. ഖിയാമത്ത് നാളിലെ കാര്യം കേട്ടോ. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് ചെന്നിട്ട് കല്യാണത്തിന് വിളിച്ചാൽ നമ്മളെ മൈൻഡ് ചെയ്യാന്നാൽ നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല. മഹ്ശറയിൽ വിചാരണ നടന്നു കിട്ടാം. നന്മയാകട്ടെ തിന്മയാകട്ടെ, സ്വർഗമാകട്ടെ നരകമാകട്ടെ, ഒന്നും പ്രശ്നമല്ല. ഇതൊന്നും ഇവിടുന്നൊന്നും മാറി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മളിലേക്ക് നോക്കുകയില്ല എന്ന് പറയുമ്പോൾ, മാലിക് യൗമിദ്ദീൻ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവാണ് പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഒരു ദിവസം 17 പ്രാവശ്യം അറിഞ്ഞോ അറിയാതെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ആ ഉടമസ്ഥനായ അള്ളാഹു നമ്മളിലേക്ക് നോക്കുകയില്ല എന്ന് പറയുന്ന മൂന്നാളുകൾ. ഒന്നാരറിയോ? ഷെയ്ഖുൻ സാനി, വ്യഭിചാരിയായ ഒരു വയസ്സൻ. ഏത് വ്യഭിചാരി, ഏത് വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരും ചാകാൻ നേരത്ത് നന്നാവും അല്ലേ? മരിച്ചാനാവുമ്പോൾ ഉണ്ടോ നന്നാണെന്ന് തോന്നൂലേ? അപ്പോഴും വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വൃതൻ, അയാളിലേക്ക് അള്ളാഹു നോക്കൂലെന്ന്. രണ്ടാമത്തെ ആളാരോ? മലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന രാജാവ്. ഒരു രാജാവിൻ, നമ്മൾ കളവ് പറയുന്ന പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അല്ലേ? എന്നാൽ ഒരു സമ്മർദ്ദവും ഇല്ലാത്ത ആളാണ് രാജാവ്. അയാൾക്കിപ്പോൾ എന്താ? അയാളുടേതാണ് രാജ്യം, അയാൾക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട്. എന്നിട്ടും അയാൾ കളവ് പറയുന്നു. മൂന്നാമതാരോ? ആഇലുൻ മുസ്തക്ബിറുൻ, അഹങ്കാരിയായ ദരിദ്രൻ. ഏത് ദാരിദ്ര്യത്തിനും ഒരു ശമനം വരുന്ന സമയമാണ്, ഏത് അഹങ്കാരത്തിനും ഒന്ന് ഒതുക്കം വരുന്ന സമയമാണ് എന്ത്? ദാരിദ്ര്യം വരുമ്പോൾ. 5 പൈസ അല്ലെങ്കിൽ പിന്നെ എന്താ അഹങ്കാരം അല്ലേ? ആ സമയത്തും ഒരാൾ അഹങ്കാരിയാണെന്ന് പറയുമ്പം നമുക്കിത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, ഇത് പറയാൻ കാരണം അത് അയാളുടെ ട്രെയ്റ്റായി മാറി. വ്യഭിചരിക്കുക എന്നുള്ളത് അയാളുടെ ശീലമായി മാറി. കളവ് പറയുക എന്നുള്ളത് അയാളുടെ ട്രെയ്റ്റായി മാറി. രാജാവിൻ്റെ ആ പേഴ്സണാലിറ്റിയുടെ അത് രാജാവായിട്ട് അയാൾക്ക് മാറ്റാൻ പറ്റുന്നില്ല. അഹങ്കാരം എന്നുള്ളത് അയാളുടെ ശീലമായി മാറിക്കഴിഞ്ഞു. അത് അയാൾക്ക് മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ഈ 3 സ്വഭാവങ്ങളും മാറ്റാൻ കഴിയാത്ത ഒരു ട്രെയ്റ്റായി മാറിയപ്പോൾ അത് ആ ഒരു സ്വഭാവത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യാതെയാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ, നിങ്ങൾ നോക്കി സഹോദരങ്ങളെ, ലാ യുസക്കീഹിം വലാ യുകല്ലിമുഹും, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല എന്ന് പറയുന്നതാണ്.